ആപ്പിൾ ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴുള്ള വിലയേക്കാളും വളരെയധികം കുറവായിരിക്കും ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ അതേ ഉൽപ്പന്നത്തിന് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അവർ വില കുറയ്ക്കുന്നത്? നമസ്കാരം, ഞാൻ സിജു രാജൻ. ഒരു ഉൽപ്പന്നം പുറത്തിറക്കുമ്പോൾ കൂടിയ വിലയും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വില സാവധാനം കുറച്ചു കൊണ്ടുവരുന്ന ആ ഒരു രീതിയെ പറയുന്ന പേരാണ് സ്കിമ്മിംഗ് പ്രൈസിംഗ്. സ്കിമ്മിംഗ് പ്രൈസിംഗിൽ 2 സ്റ്റേജസ് അല്ലെങ്കിൽ 2 ഫേസസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ഫേസിൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗം കൺസ്യൂമേഴ്സിനെയാണ്. ഇത്തരം കൺസ്യൂമേഴ്സിനെ പറയുന്ന പേരാണ് ഏർലി അഡോപ്റ്റേഴ്സ്. നമുക്കറിയാം, ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് കരസ്ഥമാക്കാനായി നോക്കും. അതിന് എത്ര വലിയ ഉയർന്ന വിലയാണെങ്കിലും ശരി, അവർ ആ വില കൊടുത്ത് ആ ഉൽപ്പന്നം വാങ്ങാനായിട്ട് നോക്കും. അപ്പോൾ അത്തരം കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്കിമ്മിംഗ് പ്രൈസിംഗിലെ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് ഷെയർ വളരെയധികം കുറവായിരിക്കും. കാരണം ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് വിഭാഗം കൺസ്യൂമേഴ്സിനെയാണ്, അതായത് ഏർലി അഡോപ്റ്റേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് ഉയർന്ന വില നിശ്ചയിക്കും. അത് ഫോക്കസ് ചെയ്യുന്നത് ഏർലി അഡോപ്റ്റേഴ്സിനെ ആയിരിക്കും. സെക്കൻഡ് ഫേസിൽ ലാർജർ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതിനായിട്ട്, ഇതിന്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ ഉൽപ്പന്നത്തിന്റെ വില സാവധാനം കുറച്ചുകൊണ്ടുവരും. അപ്പോൾ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വില വളരെ ഉയർന്ന ലെവലിൽ നിർത്തുക, അത് ഏർലി അഡോപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാവും. അതിനുശേഷം ഇത് വലിയ ഒരു ലാർജർ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതിനായിട്ട് സാവധാനം ഇതിന്റെ വില കുറച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ ഇതിന്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നു, പ്രോഫിറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ സ്ട്രാറ്റജിയെ പറയുന്ന പേരാണ് സ്കിമ്മിംഗ് പ്രൈസിംഗ്. അപ്പോൾ സ്കിമ്മിംഗ് പ്രൈസിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇത്തരം മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.